അവസാനത്തെ ഒരു പള്ളത്താണ്ട് ഉത്സവമായി. ഒരു കൊല്ലം പോയ പോക്കെ ഒന്നും പറയാനില്ല. എന്ത് പറയാനായിട്ട് പോണ സമയം പിടിച്ചാലും കിട്ടൂല. അങ്ങനെ നേരെ പള്ളത്താണ്ട് ഉത്സവത്തിലോട്ട് ചെന്ന് പിള്ളേരൊക്കെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെ ചുറ്റും ഫുള്ളൊന്ന് ഗ്രൗണ്ടിലൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് അത്യാവശ്യം എല്ലായിടത്തും ചെന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ പിള്ളേരെ ഓരോരുത്തരായിട്ട് കാണാൻ വേണ്ടി പോയത്. ടീമുകളെല്ലാവരും അവിടെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തെക്കേശ്ശേരി വാരത്തിൽ ചെന്ന് അവിടുത്തെ കൊട്ടും കാര്യങ്ങളൊക്കെ പയ്യൊക്കെ ആയിട്ട് ആരോമലിനെയാണ് ആദ്യം കണ്ടത്. അതുകൊണ്ട് കണ്ണൻ ചേട്ടൻ ടീമുകളെല്ലാവരും കണ്ട്. ശ്രീത്ത്, കണ്ണൻ ചേട്ടൻ, ദാസപ്പൻ, അങ്ങനെ നമ്മുടെ ടീമുകളെല്ലാവരും കണ്ട്. അതിൻ്റെ ഇടയിൽ മെയിനായിട്ടൊരു ടീം ഇതേ നിൽക്കണ്. നമ്മുടെ മനേഷ് ചേട്ടൻ ഫാമിലി ആയിട്ടാണ് വന്നിരുന്നത് വെച്ചത്. ആദ്യം തന്നെ മനേഷൻ്റെ അരിയത്തോട്ട് പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറായി ബീച്ചിലുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം അവർ എൻജോയ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ പരിപാടികൾക്കൊക്കെ വന്നത്. നല്ല കൊട്ടായിരുന്നു. നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സമാധാനപരമായിട്ടുള്ള കൊട്ടായിരുന്നു. പിന്നെ ആനകളൊക്കെ ചെറിയ ചെറിയ സീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യമ്പലി അമ്പലത്തിൽ ആനോടി കൊണ്ട് കുറേ ക്രൗഡുകൾ കുറവായിരുന്നു. ആൾക്കാർക്ക് പേടിയായതുകൊണ്ട് ആൾക്കാർ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും ക്രൗഡൊന്നും ആയിരിക്കില്ല ഉത്സവത്തിന്. ഭയങ്കരമായിട്ട് ക്രൗഡ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊട്ട് മൂടായുണ്ട്. ടീനേജേഴ്സും പിള്ളേരുകളായാലും അത്യാവശ്യം ഫാമിലീസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒരു കുട്ടന്മാരുടെ കൊട്ട് വെക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും അത്യാവശ്യം വന്നത് തന്നെ. അങ്ങനെ കൊട്ട് വേറെ മൂടായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഞാനും കുറച്ച് നേരമൊക്കെ നിന്ന് അടിപൊളിയായിട്ട് ആസ്വദിച്ച്. വെളുപ്പിനത്തെ കൊട്ടായിരിക്കുള്ളൂ വെറുതെ പുളിക്കൊട്ട്, അത് മൂടേഷാണ്. അങ്ങനെ അവസാനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പിരിഞ്ഞ്. വെടിക്കെട്ട് ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. അതാണൊരു ഭയങ്കര ശോകമായിപ്പോയത്. ഉത്സവത്തിൻ്റെ ഒരു മെയിൻലി ഒരു നല്ലൊരു ഭാഗമാണ് ഈ വെടിക്കെട്ട്. വെടിക്കെട്ടില്ലാത്തൊരു ഉത്സവം എന്ന് പറയണത് ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. എന്താണ് ഇവരിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടണതെന്ന് അറിയാൻ പാടില്ല. ചെറിയൊരു വെടിക്കെട്ടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അതിൻ്റേതായൊരു ഭംഗിയുള്ളൂ. ഒരു ഉത്സവ കാഴ്ചകളൊക്കെ തീരണമെങ്കിൽ ശരിക്കും ഒരു വെടിക്കെട്ട് തന്നെ വേണം. അങ്ങനെ മൂത്തുവന്ന ഉത്സവവും ചെറായി ഉത്സവമൊക്കെ കഴിഞ്ഞ് വള്ളത്താണ്ട് ഉത്സവവും ഇതിൻ്റെ അവസാനവും അങ്ങനെ അങ്ങോട്ട് തീർന്നു.